ഇത് ഈ 10ാം വാർഡ് എത്ര കൊല്ലമായിട്ടാണ് ഈ റോഡ് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്? എത്ര കൊല്ലമായിട്ട്? കഴിഞ്ഞൊരു 5 വർഷത്തിൽ കൂടുതലായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഈ റോഡ് മാത്രമല്ല, പല റോഡുകൾ ഇപ്പോൾ ഇതിപ്പോൾ കുഞ്ചൂട്ടി ലൈനാണ്. പങ്ങപ്പാറ വാർഡിൽ കുഞ്ചൂട്ടി ലൈൻ്റെ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടത്. നിങ്ങൾ വന്ന പല ഇടവഴികളും മെയിൻ റോഡിൽ വലിയ കുഴികൾ നമ്മൾ കണ്ടില്ല എങ്കിൽ കുഴികളുണ്ട്, പക്ഷേ ബൈ റോഡ് എല്ലാം ഇതുപോലെ തന്നെയാണ്. വളരെ ശാസ്ത്രീയപരമായിട്ടല്ല റോഡ് നിർമ്മാണം ചെയ്തേക്കുന്നത്. ഈ റോഡ് വന്ന തന്നെ കാണുമെന്ന് പറയുന്നത് ഞങ്ങളുടെ മുൻ MLA ഉണ്ട്, അഡ്വക്കേറ്റ് MA വായുദ്. അദ്ദേഹം കാരണമാണ് ഈ റോഡെല്ലാം വന്നത് തന്നെ. അതിനുശേഷം കടകംപള്ളിയാണ് MLA ആയിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ തന്നെ LDFൻ്റെ തന്നെ ഒരു കൗൺസിലറാണ് ഇവിടെ ഉള്ളത്. 10 വർഷക്കാലമായിട്ട് അവരുടെ ഭരണമാണുള്ളത്. എന്നിട്ടും ഈ റോഡിൽ നിന്ന് ശരിയാക്കാനുള്ള അവർക്ക് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ 40 കൊല്ലമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF ആണ്. അപ്പോൾ നമ്മൾ ലോജിക്കലി നോക്കുമ്പോൾ 40 കൊല്ലം അവരുടെ കയ്യിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ട്. 10 കൊല്ലം ഓൾമോസ്റ്റ് 10 കൊല്ലമായിട്ട് അവരുടെ സർക്കാരാണ് ഭരിക്കുന്നത്. എന്നിട്ടും ജനങ്ങൾക്ക് പോകേണ്ട ഒരു സ്ഥലമായിട്ട് മാറിയിട്ടില്ല. ഇപ്പോൾ വലിയ വലിയ വാഹനങ്ങളൊക്കെ ഇതിൽ കൂടെ പോകുന്നത്. കാറിൻ്റെ അടിഭാഗങ്ങളൊക്കെ തട്ടി കേടുപാടുകളുണ്ട്. അതുമാത്രമല്ല ബൈക്കുകൾ പോകാൻ സാധിക്കില്ല. സൈക്കിൾ യാത്രക്കാരുണ്ട്, അവർക്കൊന്നും ഈ ഭാഗം കൂടെ പോകാനേ പറ്റത്തില്ല. ഇപ്പോൾ തന്നെ നമ്മൾ കാണുകയുണ്ടായി, നമ്മളൊരു പ്രവർത്തനം തന്നെയാണ് ഇവിടെ വീണതും തെന്നി വീഴുകയുണ്ടായത്. അങ്ങനെ പല കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ കൗൺസിലിനോട് ഇവിടുത്തെ ജനങ്ങൾ പറയുമ്പോഴത്തേക്കും അവർ പറയുന്ന മറുപടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ ഭാഗത്തു നിന്നും സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് തിരിഞ്ഞു നോക്കാത്ത. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. പലരും ക്യാമറയുടെ മുന്നേ വന്ന് സംസാരിക്കുന്നത് പേടിച്ചിട്ടാണ്. ഇനി ഈ ഒരു 5 വർഷം കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ഇയേഴ്സ് എങ്ങനെയാവുമെന്ന് അവർക്ക് പേടിയാണ്. കാരണം അവരെന്തെങ്കിലും ഭീഷണിപ്പെടുത്തുമോ എന്ന് പേടിച്ചിട്ടായിരിക്കാം. അപ്പോൾ പലരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയം നോക്കിയിട്ടാണ് റോഡ് പണികളൊക്കെ നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് വോട്ട് കിട്ടാത്ത മേഖലയിൽ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിപ്പോൾ ഈ കുഞ്ചൂട്ടി ലൈൻ മാത്രമല്ല, പല ബൈ റോഡുകളും ഈ പാങ്ങപ്പാറ വാർഡ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇപ്പം ഭഗത് സിംഗ് ആയാലും തിരുനഗർ ആയിരുന്നാലും അല്ല അംബേദ്കർപുരം ആയിരുന്നാലും. കഴിഞ്ഞ ദിവസം നമ്മുടെ സിറ്റിംഗ് കൗൺസിലർ ഒരു വീഡിയോ വരെ പോയിട്ടുണ്ടായിരുന്നു. സിറ്റിംഗ് കൗൺസിലർ പോയിട്ട് അവിടെ പോയി സമരം ചെയ്യണം. അദ്ദേഹത്തിൻ്റെ പ്ലേസ് അദ്ദേഹം അവിടെ പോയി സമരം ചെയ്തിട്ട് പറയുകയാണ് അവിടെ വെള്ളം കെട്ടിക്കിടക്കാൻ കാരണം വേറെ പലരും BJP എന്നാണ് പറയുന്നത്. അപ്പോൾ CJP ബന്ധമാണ് ഇവിടെ നടക്കുന്ന മൊത്തം. കാരണം BJPക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറയുന്നു. പക്ഷേ ഈ കഴക്കൂട്ട് അസംബ്ലിയിൽ തന്നെ പല വാർഡുകളിലും BJP കൗൺസിലേഴ്സ് ഉണ്ട്. അവർ ആ വാർഡുകൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വാഗ്ദാനങ്ങൾ മാത്രമായിട്ട് നൽകുകയാണ്. അപ്പോൾ കൃത്യമായിട്ടൊരു മാറ്റത്തിൻ്റെ വലിയ അത്യാവശ്യമുണ്ട്. ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അടങ്ങുന്ന ഒരു സമൂഹം ഈ തെരഞ്ഞെടുപ്പിലോട്ട് വരുന്നത്. കേരളഭൂമി ന്യൂസ് ആൻഡ് എന്റർടൈൻമെന്റ് ചാനൽ.